ഹലോ. അപ്പോൾ ഇന്ന് ഡൈനിങ് ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണേ. ഇത് ഡൈനിങ് ഏരിയ ആണെങ്കിലും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ ഇരുത്തി മക്കളെ പഠിപ്പിക്കാനാണ് കേട്ടോ. അവരുടെ ബുക്കുകളും പുസ്തകങ്ങളും ഒക്കെ ഇവിടെ സൈഡിലാണ് വെക്കുന്നത്. പിന്നെ കളിക്കുന്ന സാധനങ്ങളെല്ലാം. ഇതിപ്പോൾ അവരെല്ലാവരും സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ ജനലിൻ്റെ സൈഡിലാണ് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാറ്. ചിലതൊക്കെ ഞാൻ ഉണ്ടാക്കിയും കൊടുക്കാറുണ്ട്. കട്ടർ ഇടാനും പിന്നെ റബ്ബർ ഇടാനും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം. പിന്നെ തീർന്ന സ്കെച്ച് പെന്നും ക്രയോണുകളാണ് ഇഷ്ടം പോലെ. എവിടെ നോക്കിയാലും അതുണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം പിറക്കി ഇടുന്നതാണ് ഇതിലെല്ലാവേ. ഇപ്പം അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം കുറച്ചായിട്ടോ ഇതെല്ലാം അടുക്കിയിട്ട്. കാരണം സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചതാണല്ലോ. പിന്നെ അവരെടുക്കുകയും വെക്കുകയും ഒക്കെ ചെയ്യുന്നത് എല്ലാം പെട്ടെന്ന് അവരെ കൊണ്ടൊക്കെ ചെയ്യിക്കുമ്പോൾ പല പല ബോക്സുകളിലായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി വേണ്ടാത്തതൊക്കെ കളഞ്ഞിട്ട് വേണ്ടത് മാത്രം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ സാധനങ്ങൾ കൊണ്ട് കൂട്ടി വെക്കുന്ന സ്ഥലമാണ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ മേളിലും. ഇവിടെ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നതും ഈ ഭാഗത്താണ് കേട്ടോ, കിച്ചണിലല്ല. അപ്പം അതിൻ്റെ മേളിൽ കൊണ്ട് കൈ കിട്ടുന്ന റെസിപ്റ്റുകൾ, ഓരോരോ കാർഡുകൾ, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ അതിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട്. എത്ര ബോക്സ് എവിടെയൊക്കെ വെച്ചെന്ന് പറഞ്ഞാലും അത് അവിടെ കൊണ്ടേ വെക്കുകയുള്ളൂ. അതിൻ്റെ മേളിൽ ഞാൻ ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വേണ്ടതും വേണ്ടാത്തതുമായ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ കുറച്ച് ബുക്സൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. അതെല്ലാം സൈഡിലാണ് എപ്പോഴും വെക്കാറ്. പിന്നെ ടോയ്സ് ആണ് ബാക്കിയുള്ളതെല്ലാം ഓരോരോ കവറുകളിലാക്കി ഓരോരോ സെക്ഷനായിട്ടൊക്കെ വെക്കുന്നതാണ്. പിന്നെ അതെല്ലാം മിക്സായി പോകും. അങ്ങനെ അതെല്ലാം എടുത്തൊന്ന് മാറ്റുകയാണ് കേട്ടോ. ഇതല്ല, ഞാനിതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. മോനുണ്ടെങ്കിൽ ഇതൊന്നും മാറ്റാൻ സമ്മതിക്കത്തേ ഇല്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചോദിക്കും, എൻ്റെ ആ വണ്ടി എന്തിയെ, ആ കളറുള്ളത് എന്തിയെ, ഇതെന്തിയെ അതെന്തിയെ എന്നൊക്കെ. അപ്പോൾ അവനില്ലാത്ത സമയത്ത് കുറേയൊക്കെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ സാധനങ്ങൾ എടുക്കാനായിട്ട് ആൾക്കാരൊക്കെ വരുമല്ലോ. അപ്പോൾ അവരുടെ കയ്യിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സൈഡിലിരുന്നതും കുറേ വേണ്ടാത്ത സാധനങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വലയൊക്കെ അടിച്ചിട്ട് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ തോർത്തൊക്കെ മാസ്കായിട്ട് കെട്ടിയിട്ടുണ്ട്. എല്ലാ വീഡിയോയുടെ അടിയിലും ക്ലീനിങ് വീഡിയോ ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്യണമെന്ന് പറയാറുണ്ട്, കമൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇന്ന് അത് ഓർത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഫാന് അവിടെ കയറി നിന്നിട്ട് ഞാൻ തുടച്ചത് എല്ലാവരും ഉള്ളപ്പോഴാണ്. ഇന്നിവിടെ ഞാൻ തനിയല്ലേ ഉള്ളൂ. ഹസ്ബൻഡും കൂടെ ഉള്ള സമയത്ത് അവിടെ കയറി നിന്നിട്ട് ഫാനൊക്കെ ഒന്ന് തൂത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വെറുതെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. മാറാലയൊക്കെ കുറച്ച് സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് അടിച്ചു മാറ്റുന്നുണ്ട്. ഡീപ്പ് ക്ലീനിങ്ങിന് ഒരു ദിവസം ഫുൾ നിന്നിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഇപ്പം പറ്റാതായി കേട്ടോ. കാരണം വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ മടുത്തു പോകുമല്ലോ. അപ്പോൾ ഓരോ ദിവസം ഓരോ ഏരിയ വെച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. കൗണ്ടർ ടോപ്പ് ഒരു ദിവസവും പിന്നെ അല്ലാത്ത ബാക്കി ഭാഗങ്ങളെല്ലാം ഒരു ദിവസമായിട്ടായിരുന്നു ക്ലീൻ ചെയ്തത്. ഈ പൊടിയടിക്കുക എന്നുള്ളത് കുറേ സമയത്തെ പരിപാടിയാണ് അല്ലേ. നമ്മൾ എത്രയൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്നതാണെന്ന് പറഞ്ഞാലും ഇഷ്ടം പോലെ പൊടി ഉണ്ടാവും. പിന്നെ ഞാനിന്ന് കർട്ടനൊന്നും മാറ്റിയിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. കാരണം അറിയാമല്ലോ, ഈ കർട്ടനെ കുറച്ച് ബുദ്ധിമുട്ടാണ് മാറ്റാൻ വേണ്ടി. നല്ല വെയിറ്റുമാണത് ഒന്ന് കഴുകിയൊക്കെ എടുക്കണമെങ്കിൽ. അപ്പം ആരെങ്കിലും ഹെൽപ്പിനുള്ള സമയത്ത് മാത്രമാണ് ഇതൊക്കെ എടുത്ത് ചെയ്യാറ്. പിന്നെ ഇവിടെ ഇപ്പോൾ 2 സൈഡിലാണ് ജനല ഉള്ളത് കേട്ടോ. അതിൽ ഒരു സൈഡിലത്തെ ജനല എല്ലാ പാളികളും ഒന്നും തുറക്കാൻ പറ്റില്ല. അപ്പം പറ്റുന്നതൊക്കെ മാത്രമേ തുറക്കുന്നുള്ളൂ. ഈ സൈഡിലെ എല്ലാ പാളികളും തുറക്കാൻ പറ്റുമേ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചത് ഈ ഭാഗവും പിന്നെ വേറെ ഏതെങ്കിലും ഒരു സൈഡും കൂടെ ക്ലീൻ ചെയ്യണമെന്നാണ്. പക്ഷേ ഇവിടെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറേ സമയം എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കൊണ്ട് അങ്ങ് നിർത്തി. ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇരുന്നത് കൊണ്ടാണ്. എല്ലാം എടുത്ത് മാറ്റുകയും വെക്കുകയും ഒക്കെ ചെയ്യുമ്പം കുറച്ച് സമയമാവുമല്ലോ. ഇനിയിപ്പോൾ തറയിന്ന് തൂത്തിടാം. കാരണം നല്ല പൊടി ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് മാറ്റി കഴിഞ്ഞിട്ട് ഇനി ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മക്കളെ ഇവിടെ ഇരുത്തി പഠിപ്പിക്കാതിരിക്കാനും പറ്റില്ല കേട്ടോ. കാരണം താഴെയുള്ളത് ഇനി 2 ബെഡ്റൂമാണ്. പിന്നെ മേളിലാണ് റൂമുള്ളത്. അവിടെ മൂത്ത ആളിരുന്ന് പഠിക്കുകയും അവൻ്റെ സാധനങ്ങളൊക്കെ വെക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇവിടെ തന്നെയാണ് ഇരുത്തുന്നത്. പിന്നെ അവരെ ശ്രദ്ധിക്കാനും എളുപ്പം ഇവിടെ ഇരുത്തുന്നതാണല്ലോ. ഇപ്പോൾ പിന്നെ ടോയ്സ് ഒക്കെ ഒരുപാട് കളിക്കാത്തതും കൂടിയാണ് കേട്ടോ ഇരുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഞാനതെല്ലാം എടുത്ത് മാറ്റിയത്. കാരണം ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ടുണ്ടല്ലോ. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന് ഇപ്പം ഒരു ടേമും കൂടെ ആയപ്പോഴേക്കും കുറേ സാധനങ്ങളോടുള്ള ക്രേസൊക്കെ മാറിയിട്ടുണ്ട്. ചില വണ്ടികൾ, ചെറിയ വണ്ടികളൊക്കെ മാത്രമാണ് എടുത്ത് കളിക്കുന്നത്. അപ്പം ബാക്കിയെല്ലാം അങ്ങ് മാറ്റുവാണെങ്കിൽ കുറച്ച് സ്പേസും കൂടെ തോന്നിക്കോളും. സത്യത്തിൽ ഇവിടെ ഈ പൊടി കൂടുതൽ ഉണ്ടാവുന്നത് തന്നെ ഈ ജനലെല്ലാം കൂടെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ കട്ടനും ഇങ്ങനെ കിടന്ന് കഴിയുമ്പോഴേ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുടച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. എന്നാലും നല്ല പൊടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചെറുതായിട്ട് നനച്ച ഒരു തുണിയും കൊണ്ടാണ് കേട്ടോ തുടയ്ക്കുന്നത്. ജനൽ എത്രമാത്രം കൂടുതലുണ്ടോ അത്രയും മാത്രം നമ്മുടെ പണി കൂടുതലായിരിക്കും തോന്നുന്നു. കാരണം ഇതിങ്ങനെ തുടച്ച് വരുമ്പോഴേക്കും കുറേ സമയം എടുക്കും. വിചാരിക്കുന്ന സമയത്ത് അത് തീരത്തുമില്ല.
അപ്പോൾ എല്ലാവരും എങ്ങനെയാ ഓണത്തിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞോ? ചിലരൊക്കെ ചിങ്ങത്തിന് മുന്നേ ചെയ്തവരുണ്ട്, അല്ലെങ്കിൽ ഓണത്തിന് മുന്നേ ചെയ്യാനിരിക്കുന്നവരുണ്ട് അല്ലേ? അപ്പോൾ ഇതാ ഞാൻ ജനൽപ്പാളികളെല്ലാം ഒന്ന് വെള്ളം കൊണ്ട് തുടച്ചിട്ട് പിന്നെ ഉണങ്ങിയ തുണിയും കൂടെ കൊണ്ട് ആണ് തുടയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ പൊടികളെല്ലാം അങ്ങ് പോയി കിട്ടും. അങ്ങനെ വേഗം വേഗം അങ്ങ് ചെയ്യായിരുന്നു. പിന്നെ അകത്തെ മറ്റേ ജനലിൻ്റെ പുറം ഭാഗം ഞാൻ തുടച്ചിട്ടില്ല. അത് പിന്നെ പുറത്ത് ക്ലീൻ ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാൻ തുടച്ചത്. ഇതിപ്പോൾ പുറത്ത് നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായതുകൊണ്ടാണേ. പണ്ടൊക്കെ എനിക്ക് ക്ലീനിങ് ഒക്കെ വലിയ ഇഷ്ടമായിരുന്നെങ്കിലും ഇപ്പം മടുപ്പാണ് കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ ഇതൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത്. നേരത്തെ എന്ന് വെച്ചാൽ വല്ലപ്പോഴും ഒക്കെ മാത്രം ചെയ്യുന്ന ഒരു ജോലിയാണല്ലോ. അപ്പോൾ ഇനി ആ വെള്ളമെല്ലാം മാറ്റി തുണികളെല്ലാം കൂടെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അവിടെ ഒരു ടാപ്പ് ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് കേട്ടോ വെള്ളമെല്ലാം മാറ്റിയെടുത്തത്. ഇനി അകത്ത് കയറി ഓരോന്നോരോന്നായിട്ട് തുടച്ചു തുടങ്ങാം. അപ്പോൾ ചെയറെല്ലാം തുടയ്ക്കാനുണ്ടായിരുന്നേ. ഈ ഒരു സൈഡിലെ ചെയറുകളെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ അധികം ഒന്നും എടുക്കാത്തതാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല പൊടിയാണ് കേട്ടോ അതിൻ്റെ അടിയിലെല്ലാം. ഇവിടെയും അടിഭാഗത്തൊക്കെ പൊടി ഉണ്ടായിരുന്നു. ഞാനൊന്ന് തിരിച്ച് നോക്കിയപ്പോഴാണ് അത്രയും പൊടി ഉണ്ടല്ലോ എന്ന് മനസ്സിലായത്. അപ്പോൾ അതെല്ലാം നല്ല വൃത്തിയായിട്ട് തുടയ്ക്കുന്നുണ്ട്. ഒരു ബ്രഷും കൂടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാം പെട്ടെന്ന് പോയി കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ആ സൈഡിൽ ജനലിനോട് ചേർന്നിട്ട് ആ ചെയറെല്ലാം കിടക്കുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അവിടെ നിന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇടയ്ക്കൊക്കെ മാത്രമാണ് കേട്ടോ ആ ചെയറൊക്കെ ഇങ്ങനെ മാറ്റിയിട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്താണെങ്കിൽ അതൊന്ന് വലിച്ചിപ്പുറത്തേക്ക് മാറ്റണമെങ്കിൽ നല്ല പണിയാണ്. അതുകൊണ്ട് പിന്നെ അവിടെ തന്നെ വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് ക്ലീൻ ചെയ്യാനേ പറ്റുള്ളൂ. വാഷ് ബേസിൻ പിന്നെ എല്ലാ ദിവസവും കഴുകുന്നതാണെങ്കിൽ ഇന്നിപ്പോൾ പൊടിയൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ട് കഴുകുന്നുണ്ട്. ഇപ്പോൾ മക്കൾ എക്സാമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഉച്ചയായപ്പോൾ. അതുകൊണ്ട് അതിൽ ഓടി നടക്കുന്നുണ്ട് അവരെ. കണ്ണാടിയൊന്നും നല്ല രീതിയിൽ കഴുകുന്നുണ്ട്. ചെറിയ സ്പോഞ്ച് വെച്ചിട്ടാണ് ആദ്യം കഴുകുന്നത്. പിന്നെ ഒരുപാട് സോപ്പൊന്നും ഞാൻ ഇട്ടില്ല, കാരണം ഭയങ്കര പതയായി പോകുമല്ലോ. പിന്നെ വെള്ളമെല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് ഒരു പേപ്പറും കൂടെ കൊണ്ട് നന്നായിട്ട് തുടച്ച് മാറ്റാം. അപ്പോൾ ഒട്ടും പാടില്ലാത്ത രീതിയിൽ ക്ലിയർ ആയിട്ട് കിട്ടുവേ. അതിൻ്റെ താഴോട്ടുള്ള ഭാഗമൊക്കെ പിന്നെ നനഞ്ഞ തുണിയും കൊണ്ട് തുടയ്ക്കേണ്ട ആവശ്യമില്ല, അവിടെ എല്ലാം നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ പോയി കഴിയുമ്പോൾ പ്രത്യേകിച്ച് എല്ലാ ദിവസവും തന്നെ തുടയ്ക്കേണ്ടി വരാറുണ്ട്. അവരെല്ലാം പല്ല് തേക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അവിടെ എല്ലാം വെള്ളമൊക്കെ വീണിട്ടുണ്ടാവുമേ. അപ്പോൾ മിക്കവാറും തന്നെ തുടയ്ക്കുന്നതാണ്. പിന്നെ ഫ്രിഡ്ജാണ് കേട്ടോ ഉള്ളത്. ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗമൊന്നും ഇന്ന് ക്ലീൻ ചെയ്യുന്നില്ല, അത് വേറൊരു ദിവസം അത് മാത്രമായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫ്രിഡ്ജും പിന്നെ അതിൻ്റെ സ്വിച്ച് ബോർഡുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഉണങ്ങിയ തുണിയും കൊണ്ട് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. സ്വിച്ചൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉണങ്ങിയ തുണിയാണ് ഉപയോഗിച്ചത്. അതിൻ്റെ സൈഡ് മാത്രം, നനഞ്ഞ തുണിയൊന്നും ഉപയോഗിക്കാൻ പാടില്ലല്ലോ. ഇനിയിപ്പോൾ ഇവിടെയുള്ള ആ 2 തൂണുകളും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തും കേട്ടോ. പിന്നെ തറയും കൂടെ തുടച്ചാലും മതി. കുറച്ച് സമയം കൊണ്ട് തീരുമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് കേട്ടോ. പക്ഷേ തീർന്നപ്പോൾ കുറേ സമയം എടുത്തായിരുന്നു. പിന്നെ ഓരോരോ ഭാഗമായിട്ട് തുടച്ച് വരുമ്പോഴേക്കും കുറേ സമയം എന്തായാലും എടുക്കും. ഇനി ആ ഡൈനിങ് ടേബിൾ ഉണ്ട് കേട്ടോ ലാസ്റ്റായിട്ട്. അപ്പോൾ ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി എടുത്തത്. നന്നായിട്ട് പൊടിയൊക്കെ വീണിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ പിള്ളേർ വരയ്ക്കുന്നതൊക്കെ വേറെയും ഉണ്ട് കേട്ടോ, പെയിൻ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്നും തുടച്ചാലും വീണ്ടും വീണ്ടും അവിടെ എന്തെങ്കിലുമൊക്കെ വെച്ച് കളിച്ചിട്ടായിരിക്കും പോവുക. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഒന്നും കൂടെ തൂക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പൊടിയും കൂടെ ആ ടേബിളിൻ്റെ അടിയിൽ നിന്നൊക്കെ വീണിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ച് വാരി മാറ്റി കഴിഞ്ഞിട്ട് ഇനി തറയെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാവേ. അപ്പോൾ ഞാൻ ആദ്യം വെറുതെ വെള്ളം കൊണ്ട് എല്ലായിടും ഒന്ന് വൃത്തിയാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ കുറച്ച് കർപ്പൂരം ഇട്ടിട്ടാണ് കേട്ടോ രണ്ടാമതൊന്നും കൂടെ വൃത്തിയാക്കി എടുക്കുന്നത്, ഒരു സ്മെല്ലിന് വേണ്ടി. അങ്ങനെ രണ്ടാമതും കൂടെ തറയെല്ലാം വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ റൂം ക്ലീനിങ് കഴിഞ്ഞു. കുറച്ച് സമയം എടുത്തെങ്കിലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരാശ്വാസം ഉണ്ട് കേട്ടോ. കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്ന കാര്യമായിരുന്നു. ബാക്കി എല്ലായിടവും ക്ലീൻ ചെയ്താലും ഇവിടെ അങ്ങനെ നടക്കാറേ ഇല്ല. ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് കൊണ്ട്. പിന്നെ എടുത്ത് മാറ്റിയതിൽ വെക്കേണ്ടവ മാത്രം തുടച്ച് വൃത്തിയാക്കി തിരിച്ചു വെച്ചിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് പണ്ട് വാങ്ങിച്ച ഒരു ഓർഗനൈസറാണ് കേട്ടോ അത്. ഇപ്പം ഞാനത് വാഷ് ബേസിൻ്റെ അടുത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതാ പുതിയ ചവിട്ടിയൊക്കെ കഴുകിയത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ വേണേ. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്